ആമേൻ. അല്പസമയം ദൈവജന ധ്യാനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അല്പസമയം ദൈവജന ധ്യാനത്തിനായിട്ട് And for today's meditation, മത്തായി സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം വായിക്കാം. Book of Matthew chapter 13 verse 45. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം. നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. വായിക്കാം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം. മതി. കർത്താവിൻ്റെ തലമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to God's blessed name. മത്തായി സുവിശേഷം ആമേൻ ഹല്ലേലൂയ അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യമാണ് ആദ്യമായി നമ്മൾ വായിച്ചത്. ദൈവത്തിന് And we read from the book of Matthew chapter 13 verse 45. ആദ്യം വായിച്ച വാക്യം ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിനോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഭാഗമാണ്. And it is a paragraph where Lord speaks about the kingdom of heaven. ആ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഒരു മനുഷ്യൻ ആമേൻ സ്തോത്രം ഒരു നിധി കണ്ടെത്തി. ആ വാക്യം ഒന്നുകൂടെ ഉറക്കെ വായിക്കാം. നിർത്തി. ദൈവത്തിന് സ്തോത്രം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let God's name be glorified. ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് And here our Lord Jesus talks to us about the significance of the kingdom of heaven. ദൈവരാജ്യം എന്ന് പറയുന്നത് വിലയേറിയ ആമേൻ സ്തോത്രം ഒരു നീതി അല്ലെങ്കിൽ ഒരു മുത്ത് ആമേനാണ് എന്നാണ് കർത്താവിടെ ശിഷ്യന്മാരോട് ഓർപ്പിക്കുന്നത്. And here Lord Jesus reminds his disciples that the kingdom of heaven is similar to the choicest pearl. കർത്താവ് പറയാണ് ആമേൻ സ്തോത്രം അത് ഒരു വ്യാപാരിയോട് സാദൃശ്യമെന്നാണ്. And it is being compared to like a merchant. ആമേൻ സ്തോത്രം അത് കണ്ടെത്തിയപ്പോൾ ആ മനുഷ്യൻ പോയി മറച്ചിട്ടിരുന്ന നിധി വാങ്ങിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. And it is said that when that merchant discovered the pearl which was of great value, he sold everything he owned and brought it. നമ്മുടെ കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വലിയ നിധിയാണ്. And here our Lord Jesus wants to tell us that the kingdom of heaven or kingdom of God is a big treasure. നമ്മുടെ കർത്താവ് ഒരിക്കലും പാഴ്വാക്ക് പറയില്ല. We know that our Lord doesn't utter words in vain. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് വലിയ മിസ്റ്ററിയാണ്. That whatever he says there is always deep secrets and mysteries hidden in it. ഇത് ഈ ലോകത്തിലെ എക്സാമ്പിളിനോട് ഉദാഹരിച്ച് കർത്താവ് പറയാണ് യഹൂദന്മാരുടെ ഇടയിലെ നിക്ഷേപത്തോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറയുന്നത്. And here he speaks concerning the treasure that is seen among the Jewish people. അപ്പോൾ ആ മനുഷ്യന് അത് കണ്ടിട്ട് അത് പോയി വിലപിടിപ്പുള്ളത് അത് വാങ്ങിയെന്നാണ് വായിക്കുന്നത്. And here in verse 46 we read that he discovered that pearl which was of great value and he sold everything that he had and he brought it. നോക്കുക ദൈവത്തിന് സ്തോത്രം. അന്ന് ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയങ്ങളാണ്. We know that those times were the times when they had no facilities like what we have now. ഇന്നുള്ളതുപോലുള്ള ബാങ്ക് സൗകര്യങ്ങളൊന്നും അന്ന് ഇല്ല. Probably they did not have a bank, a proper financial institution. പബ്ലിക് പൊതുവായ ഡിപ്പോസിറ്റ് ഒന്നും ഇടുന്ന ഭാഗങ്ങളില്ല. Probably they did not have facilities to put deposits. അതുകൊണ്ട് സാധാരണ ഇസ്രായേലുള്ളവര് ഈ നിധികളെ അവരുടെ വയലിൽ ഗ്രൗണ്ടിൽ അവര് അത് കുഴിച്ചിടുകയാണ്, ഒളിച്ചു വെക്കുകയാണ് കാണുന്നത്. That is why normally Israelites or Jewish people they used to hide their treasures in the field. ഇന്ന് ബാങ്കുകളിലും വിവിധ നിലകളിൽ സൂക്ഷിക്കാൻ മനുഷ്യന് പദ്ധതികളുണ്ട്. We know that today in modern days we have banks and we have lockers where we can keep our precious things. അപ്പോൾ ഇത് ഒരു മനുഷ്യന് ഈ നിധി കണ്ടപ്പോൾ ഒരു വയലിൽ ഒരു നിധി ഇരിക്കുന്ന അവൻ കണ്ടു എന്നാണ് കർത്താവ് പറയുന്നത്. And here the Lord says that this man discovered a treasure that was hidden in his field. അപ്പോൾ ആ വയലെന്ന് പറയുന്നത് വർഷങ്ങളായി പല യുദ്ധങ്ങളും ഒക്കെ നടന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ പുരാതനമായ ഒരാളുടെ കൈവശം ഇരിക്കുന്നതാണ്. Probably that field could have been owned by somebody else initially, or probably that field would have witnessed several battles on it. ഒരു പക്ഷേ ഈ വയലിൽ കുഴിച്ചിട്ടിരിക്കുന്നത് അതിന്റെ ഉടമസ്ഥന് പോലും അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയില്ല. Probably the owner of that field himself would be completely unaware of a treasure that is hidden in it. അതിന് പുരാതനമായ കാലത്ത് ഏതോ മനുഷ്യര് ചിലപ്പോൾ
ആമീൻ ശത്രുക്കളിൽ നിന്ന് അത് കൊണ്ടുപോകാതിരിപ്പാൻ അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ടതായിരിക്കാം. During one of the very ancient days, probably somebody decided to hide that treasure in the field so that his enemies would not take it. ഈ വയലിൻ്റെ ഉടമസ്ഥൻ ഒരു പക്ഷേ യഹൂദന്മാരുടെ ചരിത്രങ്ങളിൽ പറയുന്നത് ഒരുപക്ഷെ കർത്താവ് പറഞ്ഞ ഈ ഉപമയിൽ യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മരിച്ചുപോയേക്കാം. Probably the initial owner of this field might have died, maybe during battle or maybe due to any other causes. ഇതിൻ്റെ ഒറിജിനൽ ഉടമസ്ഥൻ ഒരു പക്ഷേ ഈ വയലിരിക്കുന്ന ആളിൻ്റെ അദ്ദേഹത്തിൻ്റെതല്ല ഈ നിധി ഒരു പക്ഷേ. And probably the original owner might not be, probably the one who has got this treasure might not be the original owner or the first owner of that field. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഈ കർത്താവ് പറയുന്ന ഈ ചരിത്ര സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. And Lord Jesus is talking to us through this parables based on some historical events. എന്തായാലും ഒരു മനുഷ്യന് അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യനായിരിക്കാം, അദ്ദേഹം പോയി അത് കണ്ടു, ഇങ്ങനെ ഒരു നിധി ഉണ്ടെന്ന് കണ്ടു. Probably that person would have been working in that field and then he would have discovered that treasure accidentally. അനേക കമന്ററീസ്, അനേക ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നത് അദ്ദേഹം വയലിൽ നിലം കീറി അദ്ദേഹം ഇങ്ങനെ വയലിൽ ഉഴുതപ്പോൾ ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നത് ഈ നിധി കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. And in some historical books it is mentioned that this person was actually working on the field, he was plowing, and that's when he accidentally discovered the treasure. ഞാൻ ഓർപ്പിച്ചല്ലോ, ആ വയലിന്റെ ഉടമസ്ഥനും ഇങ്ങനെ ഒരു നിധി ഉണ്ടെന്ന് അറിയയില്ല. And we have reminded you initially that probably the original owner of that field might be completely unaware of this treasure. എന്നാൽ ഈ മനുഷ്യൻ ഒരു പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യനായിരിക്കാം, അദ്ദേഹം കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. Probably this person might be working in that field and he accidentally discovered it. എന്നാൽ ഈ മനുഷ്യൻ അത് ഉടമസ്ഥന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ട് പറയാണ്, നിന്റെ വയൽ ഞാൻ അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന്. And probably this person would have then gone to the owner of that field and would have asked him that I would like to buy your field. എനിക്ക് ഈ മനുഷ്യനെ വളരെ ഇഷ്ടപ്പെടുവാനിടയായി. And then this person is of special interest here. ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ഒരു സത്യസന്ധനായ മനുഷ്യനാണ്. And this person was actually very righteous. എന്നാൽ ഈ മനുഷ്യന് വേണമെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ അറിയാതെ വേണമെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാം. Probably this person could have just taken that treasure out of the field and run away with it. ആരും ഒന്നും ചോദിക്കുകയില്ല. And nobody would have known about it. എന്നാൽ അദ്ദേഹം ഉടമസ്ഥന് സ്തോത്രം വില കൊടുത്തത് വാങ്ങിക്കുകയാണ്. However, he decided to approach the owner of that field and buy it with a cost. യഹൂദന്മാരുടെ നിയമങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് സ്തോത്രം നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം അത് അങ്ങനെ വാങ്ങിക്കുന്ന പതിവുള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. And when we read about the Jewish cultures and Jewish histories, we know that they had a custom where they used to buy it like that. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഉപമയിൽ കർത്താവ് പറയുന്നത് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത്. And the most important thing that we need to pay attention in this parable is that Lord Jesus said that this person, he sold everything that he had to buy that. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ദൈവത്തിന്റെ സ്തോത്രം അതിനുവേണ്ടി വില കൊടുത്തെങ്കിലേ പ്രാപിക്കാൻ കഴിയുള്ളൂ. And similarly with us, if we need to obtain something from the kingdom of God, from the kingdom of heaven, we need to pay that utmost price. എത്ര പേർക്ക് മനസ്സിലായി? അത്ര ഈസിയുള്ള കാര്യമല്ല ഇത് സീക്രട്ട് ദൈവരാജ്യത്തിൽ നിന്ന് ഒരു കാര്യം പ്രാപിക്കുക എന്നുള്ളത്. And I'm able to comprehend and realize that this is not an easy task to get or to receive something from the kingdom of God. അവന് എല്ലാം കയ്യിലുള്ളതെല്ലാം കൊടുത്തിട്ടാണ് ആ വയൽ വാങ്ങുന്നത്. And we know this person sold everything that he had and he brought that. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സകലവും സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്നുള്ള മഹത്വകരമായി നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. And even in our case, when we completely surrender ourselves into the Lord's presence, that's when we receive some glorious things from God. നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ ദൈവരാജ്യത്തിന്റെ ഈ വലിയ ആത്മീയ വിഷയം അല്ലെങ്കിൽ ഈ നിധി സ്തോത്രം ഇന്ന് പകൽ നമ്മൾ പ്രാപിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വളരെ വില കൊടുത്തെങ്കിലേ നമുക്കത് ആത്മീയമായി പ്രാപിക്കാൻ കഴിയുള്ളൂ. And if we have to obtain this spiritual treasure, if we have to obtain something from the kingdom of God, we need to pay that utmost price and only then we can own it. ആമേൻ. നമുക്കവിടെ കാണാൻ കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം അദ്ദേഹം അത് വില കൊടുത്ത് വാങ്ങിയെന്നാണ്. ദൈവത്തിന് And we സ്തോത്രം. read here that this person he brought it with a price. അവൻ എത്ര ശ്രേഷ്ഠകരമായ ഒന്നാണ് താൻ കണ്ടത്. ദൈവത്തിന് And he realized that how blessed it was. നിങ്ങൾ നോക്കുക, ഈ നിധിയുടെ മുകളിലൂടെ അനേകം
മൃഗങ്ങളും അനേക മനുഷ്യരൊക്കെ ചവിട്ടി നടന്നതാണ്. Probably the ground where this treasure was hidden, that field would have been used for several other purposes. ഈ അമൂല്യമായ നിധിയുടെ പുറത്തൂടെ എത്രയോ വന്യമൃഗങ്ങൾ ഒരുപക്ഷെ ചവിട്ടി നടന്നേക്കാം. Probably so many wild animals would have crossed over this treasure when it was hidden under the earth. ഈ ശ്രേഷ്ഠകരമായ അനുഭവത്തിലൂടെ സ്തോത്രത്തിന്റെ മുകളിലൂടെ അനേക മനുഷ്യർ ചവിട്ടി നടന്നേക്കാം. Probably so many people would have trampled it, or probably they would have walked over that field where this treasure was hidden. എന്നാൽ അവരുടെ ഒന്നും കണ്ടില്ല. ദൈവരാജ്യത്തിന്റെ കർത്താവ് പറയുന്നത് അതിനുവേണ്ടി ആഗ്രഹിച്ച വ്യക്തിക്കാണ് അത് കണ്ണിൽ കാണാനിടയായത്. However, none of them noticed, but the one person who decided, who had that great desire to obtain that, to receive that, only that person saw that treasure and he paid everything for it. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലായി? അതിന്റെ ഉടമസ്ഥൻ അത് മനസ്സിലായിട്ടില്ല. And the owner of that field did not realize. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ മുകളിൽ കൂടെ സ്തോത്രം ചവിട്ടി നടന്ന അനേക മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, വാഹനങ്ങൾ കാണാം. അവർക്കൊന്നും ഇത് കണ്ണിൽപ്പെട്ടില്ല. The people, the wild animals who walked over, who crossed over that path, that field might have not realized. എന്നാൽ ദൈവരാജ്യത്തിന്റെ നീതി ഒരു മനുഷ്യന്റെ കണ്ണിൽപ്പെടുവാനിടയായി. Here is a person who had that hunger to receive, who had that thirst or that great desire to achieve it, to receive it. മനുഷ്യൻ സകലവും വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലവും തന്നെ സമർപ്പിച്ച് സകലവും കളഞ്ഞിട്ടാണ് ഈ വയലിന് വേണ്ടി താൻ ഓടുന്നത്. And we read that this person sold everything that he had, he submitted everything that he had, and then he brought this. ഇന്ന് പകൽ ദൈവത്തിൽ നിന്ന് എനിക്ക് പ്രാപിക്കണമെങ്കിൽ നാം ദൈവസന്നിധി വില കൊടുത്തേ മതിയാകും. And if we have to receive something from Lord's presence, we need to pay that price. കർത്താവിൽ നിന്ന് എനിക്ക് ചിലത് പ്രാപിക്കുമെങ്കിൽ കർത്താവ് തരാൻ വിശ്വസ്തനാണ്. And if you want desire to achieve something from Lord's presence, then God is faithful enough to give it to you. ആദ്യം ദൈവസന്നിധിയിൽ അതിന് വില കൊടുത്താൽ ആ നിധി നമ്മുടെ കണ്ണിൽ കാണാനിടയായി. But if you only pay a great price for that, you shall receive that treasure. ഇത് വളരെ അമൂല്യമായ ഒന്നാണ്. And this is of high price. ഇത് വളരെ ശ്രേഷ്ഠകരമായ ഒന്നാണ്. And this is glorious. ഇത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ്. And this is of high value. കർത്താവ് പറഞ്ഞു ഒരിക്കൽ ഈ നല്ല മുത്തുകൾ എടുത്ത് കർത്താവ് പറഞ്ഞു അത് പന്നികളുടെ ഇടയിൽ ഇടാനുള്ളതല്ല. And once our Lord Jesus said in one of the parables that do not throw the pearls that you have among the pigs. അത്ര വിലയുള്ളതാണ് ദൈവം തരുന്ന ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ സ്തോത്രം. And that is the grace that God showers, the gift, the spiritual gifts that God gives, that is of high value. നമ്മൾ പ്രാപിക്കുന്നത് അത്ര വിലയുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. I praise God for those children of God, for those men and women of God who realize how important or how glorious it is. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ ലോകത്തിലെ എന്ത് വസ്തു കൊടുത്താലും ദൈവരാജ്യത്തിൽ നിന്ന് ലഭിക്കുന്നത് അതിനേക്കാൾ വിലപ്പെട്ട ഒന്നാണ് ദൈവരാജ്യത്തിന്റെ ദൈവത്തിന്റെ സ്തോത്രം. സ്തോത്രം. Believe and are ready to confess it, that whatever you own, whatever you have in your life, that cannot be put at par with what you receive from the heaven, from the kingdom of God. ഈ ലോകത്തിൽ വിലപിടിപ്പുള്ള പലതുണ്ട്, എന്നാൽ ദൈവരാജ്യത്തിന്റെ നിധി കണ്ട ഒരു ദൈവവൈതൽ അതിന്റെ പുറകെ പോവുകയാണ്. The one who has discovered the hidden treasures in the kingdom of heaven, a child of God is ready to go for it. ഏറ്റവും ശ്രേഷ്ഠകരമായ വിലപ്പെട്ട ഒന്നാണ് ദൈവരാജ്യത്തിന്റെ നിധി എന്ന് പറയുന്നത്. And the treasures of the kingdom of heaven is the most glorious thing, or is the or is of great value. ഈ ഭൂമിയിലുള്ളതിനെ ഒന്നിനും അതിനോട് തുലനം ചെയ്യാൻ കഴിയില്ല. And nothing in this world, no riches or no glory of this world can be ever compared to it. ഈ ലോകത്തിലുള്ള ഓരോ സ്തോത്ര നന്മകൾക്കും ദൈവരാജ്യത്തിന്റെ മുത്തിനോട് നിധിയോട് തുലനം ചെയ്യാൻ കഴിയില്ല. And no glory, no riches in this world ever seen can be ever compared to the pearl or to the treasure in the kingdom of heaven. എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് മാനുഷ്യമായ നന്മകൾ ആവശ്യമാണ്. However, we know that we are human beings. When we live in this world, we do need worldly things. എന്നാൽ ശ്രേഷ്ഠമായത് ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒരു തയ്യാറെടുപ്പ് വേണം. However, if you want to receive something very glorious, something very special from the Lord, you need to have that preparation. ഇന്ന് പകൽ ചിലത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കളാണ് നമ്മളെല്ലാവരും. And we all have that desire to receive something from the kingdom of God. അത് പ്രാപിക്കാൻ ഒരു തയ്യാറെടുപ്പുള്ള ദൈവമക്കൾ എത്ര പേര് ഇതിന്റെ നടുവിലുണ്ട്? And how many felt ready and completely prepared to receive it? ഈ ലോകത്തിലുള്ളതെല്ലാം ദൈവം എനിക്ക് അനുഭവിക്കാൻ തന്നതാണ്. And everything that I have in this world, everything that I own, my Lord has given it to me. എന്നാൽ അതിലേറ്റവും വിലപ്പെട്ട ഒന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അതിനാണ് എന്റെ ഓട്ടം. ദൈവത്തിന്റെ സ്തോത്രം. However, I have discovered something much more valuable, something much more precious. I have decided to run and achieve it. നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിലും ജോലികളിലും നിങ്ങളുടെ സ്ഥാപനങ്ങളിലും എല്ലാം ഓർക്കുക, ഏറ്റവും വിലപ്പെട്ടതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുങ്ങുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. And whatever you own, whatever you do in all walks of your life, if you are ready to just leave everything and follow and achieve and obtain that and pay that highest price and receive from the kingdom of
of God. I praise God for such people. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഈ നിധി ഒരു മനുഷ്യൻ അവന്റെ കണ്ണിൽ കണ്ടു. And that is why Lord says that one person was able to see this treasure. കാലാകാലങ്ങളായി ഇത് കണ്ടപ്പോഴാണ് നമ്മൾ കർത്താവിലേക്ക് വരാനിടയായത്. And at different times we were able to see this treasure. That is why we have come here. ഇനി ഈ ദേശത്ത് മറഞ്ഞു കിടക്കുന്ന അനേകരെ ഈ നിധി കാണാനിടയായി തീരണം. And there are several people in this world who are yet to find this treasure. ഇത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ നമ്മൾ പോകാനിടയായി തീരും. And once you find the treasure, you need to be ready to go for it. ഒന്ന് രണ്ട് ആത്മീയ ചിന്തകൾ അവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. We would like to remind you a couple of spiritual messages from there. ഒന്നാമതായി ഈ നിധി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? And how do you have to obtain or receive this ഹല്ലേലൂയ. treasure? ഇന്ന് പകൽ ഒന്നാമതായി നമ്മൾ പ്രാപിക്കുന്നത് സ്വർഗ്ഗരാജ്യത്തിന്റെ ആത്മീയ കൃപ പ്രാപിക്കുന്നത് അത് വ്യക്തിപരമായിട്ടാണ്. And firstly, we need to attain or receive from the heaven from the kingdom of God individually. ആമേൻ. ഈ നിധി പ്രാപിക്കുന്ന നിങ്ങൾ ചിന്തിക്കുക ഈ ദൈവകൃപ എങ്ങനെ പ്രാപിക്കാൻ കഴിയും? And if you decide you have that great desire to achieve it, God shall surely give you that ആമേൻ. grace. അതത് സമയത്തുള്ള ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിന് ആവശ്യമാണ്. And I want God's presence at the right time in my families. ദൈവത്തിന്റെ ആലോചന എനിക്ക് ആവശ്യമാണ്. I need God's counsel. ഞാൻ സ്വന്തം വിവേകത്തിൽ ഊന്നുകയില്ല. I don't want to believe on my own understanding. എനിക്ക് ആ ദൈവകൃപയുടെ ആഴം മനസ്സിലാക്കണമെന്ന് ആ ഹൃദയത്തിൽ ആ ചിന്തയുള്ള ദൈവത്തിനോടാണ് ദൈവാത്മാവ് അടുത്തു വരുന്നത്. And if you have that great desire to achieve or understand the depths of God's grace, then God shall approach you. God shall be closer to you. ഇന്ന് പകൽ അങ്ങനെയുള്ള ഹൃദയങ്ങളെ നോക്കി സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. And heaven today is happy by looking at such hearts. ഇന്ന് പകൽ ഓർക്കണം, ഒന്നാമതായി ഈ നിധി പ്രാപിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്. So firstly, this treasure need to be achieved or obtained individually or personally. ഇത് ഒരാളുടെ പാരമ്പര്യം കൊണ്ട് ഇത് ലഭിക്കുകയില്ല. You cannot receive this as an inheritance. ഇത് ഒരാളുടെ ദൈവത്തിന് സ്തോത്രം അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ കൊണ്ട് ലഭിക്കുകയില്ല. And you cannot receive it by all your moral things that you do. യഹൂദന്മാരുടെ ഇടയിൽ റബിമാർ അനേകർ ഈ അനുഭവത്തിലുള്ളവരുണ്ടായിരുന്നു. And we know that there are several people among Jewish people who were in this experience. യേശു ജീവിച്ച കാലഘട്ടത്തിൽ യഹൂദന്മാർ പല നിലയിലുള്ള യഹൂദന്മാർ അവന്റെ അടുക്കൽ കടന്നു വരുവാനിടയായി. We know that when Lord Jesus was there in this world, there are several different types of people, Jewish people who approached him. പക്ഷേ കർത്താവിന്റെ ഹൃദയം അറിഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ നിധി പ്രാപിക്കാൻ പറ്റുകയില്ല. ഇത് പ്രാപിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒന്നാണ്. Our Lord knew their hearts and intentions, and he spoke to them that you cannot achieve this treasure by the ways that you do or you follow. You have to receive it personally or individually. നമുക്കറിയാം, ലോകത്തിലുള്ള പല കണ്ടുപിടുത്തങ്ങളുടെയും പല രാജ്യങ്ങളുടെയും പുറകിൽ നിൽക്കുന്ന സമ്പന്ന രാജ്യങ്ങളുടെ പുറകിലെല്ലാം യഹൂദന്മാരുടെ തലയാണ്. We know that there are several intelligent Jewish people who work behind so many different discoveries that we enjoy today. നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള അനേക യഹൂദന്മാരുടെ പേരുകൾ നിങ്ങൾക്കറിയാം. We know that we also know of several Jewish intelligent people who have worked behind the discoveries and inventions, and we have studied those in colleges and in schools. Praise the Lord, hallelujah. അവരോടാണ് കർത്താവ് പറയുന്നത്, അതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് ഈ നിധിയെക്കുറിച്ച് കർത്താവ് പറയുന്നത്. And to those intelligent people, to those people who are full with wisdom, to them Lord says that you need to obtain this kingdom of God. It is hidden and you need to obtain it personally. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And God is talking to them about one of the most significant or important topics. യഹൂദന്മാരുടെ യാതൊരു രീതി കൊണ്ടും പ്രാപിക്കാൻ കഴിയില്ല, അത് വ്യക്തിപരമായിട്ട് പ്രാപിക്കുന്നു. And Lord Jesus spoke to them very plainly to them that you cannot achieve this by all the walks of your life or by all the moral things that you do. കാലാകാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൃപയിലേക്ക് വന്നത്. And because we had that desire to come into Lord's presence, that is why God brought us into here. ഈ ദൈവ നിധി കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇത് വിട്ടു പോകുകയില്ല. And a person who has discovered this treasure will never leave it. രണ്ടാമത് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ നിധി എന്ന് പറയുന്നത് ഇത് വളരെ വിലപ്പെട്ട precious ആണ്. And this secondly, this treasure is of great value, or it is precious. വളരെ വിലപ്പെട്ടതാണ് ഇത്. ദൈവത്തിന് സ്തോത്രം. And this treasure is of great value. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരെണ്ണം ദൈവത്തിൽ നിന്ന് മുഴങ്കാൽമേൽ ഒന്ന് പ്രാപിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ള കാര്യമല്ല. So we can understand this is not an easy task to receive something from the Lord. ദൈവരാജ്യത്തിൽ നിന്ന് പ്രാപിക്കുക എന്ന് പറയുന്നത്, അതിന് ദൈവത്തിന് വിലപ്പെട്ടത് പ്രാപിക്കണമെങ്കിൽ അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണം ആവശ്യമാണ്. If you have to receive that treasure of great value, of high value, you need to have that dedication and submission in your life. കർത്താവേ എനിക്കത് വേണം, ആ ദൈവത്തിന്റെ നീതി എനിക്ക് വേണം, ആ ദൈവ സാന്നിധ്യം എനിക്ക് വേണമെന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള വാഞ്ചയാണ് ദൈവത്തിന് ഇഷ്ടം. And we have that, if you have that desire that Lord I want it, or Lord I want to attain that, Lord, I want to receive, I want to experience your
presence. നമുക്കറിയാം ലോകത്തിൽ പലയിടങ്ങളും ഖനികളിൽ ഇങ്ങനെ ആഫ്രിക്കയിലും ഒക്കെ സ്വർണ്ണങ്ങളൊക്കെ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ അറിയാം. We know that in several parts of the world there are countries where there are mines where you dig gold from it. ആമീൻ. അതിനൊക്കെ എന്തുമാത്രം വിലയാണ് കൽപ്പിക്കുന്നത്. And we know that they have put a price for that. അതിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ് ദൈവത്തിന്റെ കൃപ. However, God's grace is much more valuable and precious than them. ദൈവ കൃപയുടെ ജ്ഞാനം എന്ന് പറയുന്നതിനേക്കാൾ വളരെ വിലപ്പെട്ടതാണ്. And we know that God's grace, the knowledge, the wisdom of God, that is much more higher than them. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇത് വളരെ വിലപ്പെട്ടവെന്നാണ് ദൈവത്തിന്. And that is why Lord Jesus says that this is of great value. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്ര വിലപ്പെട്ടതിനു വേണ്ടി ദൈവസന്നിധിയിലുള്ള ഒരുക്കമാണ്, തീരുമാനമാണ്, ശ്രമമാണ് ഇത് പ്രാപിപ്പാനിടയായി തീർന്നത്. Your dedication, your effort, your submission for this will lead you into it. ആമേൻ. യോബിന്റെ പുസ്തകത്തിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. And we read that in the book of Job. ആമേൻ. സ്തോത്രം. മുത്തുകളേക്കാൾ വെള്ളിയേക്കാൾ എല്ലാം വിലപ്പെട്ട ഒന്നാണ് ദൈവം കൊടുക്കുന്ന കൃപയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And we know that our God's grace is much more valuable than pearls and rubies and whatever stones you name them. ഇത് പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നതാണ് ദൈവത്തിന്റെ സ്തോത്രം. And this is received only from the presence of God. യോബിന്റെ പുസ്തകം 28:12 ഇങ്ങനെ കാണുന്നുണ്ട്. And in the book of Job chapter 28 verse 12 we read that. എന്നാൽ ജ്ഞാനം എവിടെ കിട്ടും ദൈവത്തിന്? Where can I find wisdom? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? And where is the source? ദൈവത്തിന്റെ ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ എവിടെ നമുക്ക് ലഭിക്കും? And from where can we receive God's grace or His riches? ആമേൻ. സ്തോത്രം. ഭക്തനായ മനുഷ്യൻ തന്റെ പരിശോധനയുടെ നടുവിൽ ചോദിക്കുകയാണ്. And this devotee of God, he is asking God amidst his trials. അത് സമുദ്രത്തോട് എന്ന് ചോദിച്ചാൽ സമുദ്രം പറയും എനിക്കതിനെ തരാൻ കഴിയുകയില്ലെന്ന്. And if you ask that question to the sea, they would say that I don't have it. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിലെ ആമേൻ സ്തോത്രം ഏത് സ്ഥലത്ത് ചെന്നാലും അത് ലഭിക്കുകയില്ല. And wherever you go in any part of the world, you cannot receive it. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വരുന്ന ദൈവമക്കൾക്ക് ഇത് പ്രാപിച്ചെടുക്കാൻ കഴിയും. However, the one who comes closer to God's presence, he can obtain this wisdom. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു സമർപ്പണത്തോടെ നമ്മൾ മുന്നോട്ട് പോയാൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയും. And if you go ahead with that dedication, with that submission, then you shall be able to receive it. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ നിധി എങ്ങനെ നമുക്ക് പ്രാപിക്കാൻ കഴിയും? And how can we achieve or obtain this treasure? ഒന്നാമത് ഞാൻ ഓർപ്പിച്ചു ഇത് വ്യക്തിപരമായി പ്രാപിക്കുന്നതാണ്. And firstly, we reminded we need to obtain it personally. രണ്ടാമത് ഞാൻ ഓർപ്പിച്ചു ഇത് അമൂല്യമാണ്, ഇത് പ്രേഷ്യസ് ആണ്, ഇത് വിലപ്പെട്ടതാണ്. And secondly, we meditated that this treasure is precious. മൂന്നാമത് എനിക്ക് ഓർപ്പിക്കാനുള്ളത് ഈ നിധി എന്ന് പറയുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 17-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. The book of Luke chapter 17 verse 20. ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ദൈവരാജ്യം അവിടെ എഴുതിയിരിക്കുന്നത് കാണത്തക്കവണ്ണം ഉള്ളതല്ല. And here Lord Jesus answers them that the kingdom of God can't be detected by visible signs. ഈ നിധി എങ്ങനെയാണ് ഇവിടെ കർത്താവ് പറയുന്നത്? ദൈവരാജ്യം അത് കാണത്തക്കവണ്ണമുള്ളതല്ല. And here the kingdom of God cannot be seen visibly. അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. For it is already among you. ആമേൻ. ഈ മനോഹരമായത് and this is blessed, ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. and we can experience ഇത് it, കർത്താവാണ് നമുക്ക് തരുന്നത്. and it is Lord who gives this to us, ഇത് വളരെ മനോഹരമാണ്. and it is blessed, ആമേൻ. ഇത് ശ്രേഷ്ഠമേറിയതാണ്. and it is glorious. എന്നാൽ ഇത് നമുക്ക് ഇന്ന് പകൽ നമ്മുടെ കണ്ണിന് അത് കാണുവാൻ കഴിയില്ല. However, we cannot see it with our naked eyes, എന്നാൽ നമുക്കത് അനുഭവിക്കാൻ കഴിയും. but we can experience it. അപ്പോൾ ഇത് ദൈവത്തിന്റെ സ്തോത്രം. ദൈവരാജ്യം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ അത് അനുഭവിപ്പാൻ കഴിയും. So the kingdom of God, we can experience that within our hearts. അപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഇത് അനുഭവമായി കൊടുക്കുകയാണ്. So those who desire for it, God shall give it to them. ആമേൻ. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ മറ്റൊരു ഭാഗം, And there's another thing where Lord Jesus talks about the kingdom of God. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, Book of Matthew chapter 13 verse 46. ഹല്ലേലൂയ, അവിടെ പറയുന്നത് ആമേൻ എന്ന് വായിക്കാം. രക്തസാക്ഷ്യം 13-46 വാക്യം. രക്തസാക്ഷ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് സന്തോഷിച്ചുകൊണ്ട് അത് വാങ്ങിച്ചു. ദൈവത്തിന് സ്തോത്രം. And there we read that he discovered that pearl of great value and he sold everything he owned and brought it. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് സന്തോഷം കൂടെയാണ്. So he brought it with joy or gladness, which means the kingdom of God is also joy. ഇത് പ്രാപിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. So when you receive it, you shall experience that joy. ഇത് വളരെ വിലപ്പെട്ടതാണ്. It is precious. ഇത് വ്യക്തിപരമായി It is പ്രാപിക്കുന്നതാണ്. to be obtained personally. ഇത് കണ്ണിന് കാണാൻ You കഴിയുന്നതല്ല. cannot see it with your eyes. എന്നാൽ അനുഭവിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ ചില വിഷയത്തിൽ സന്തോഷം ഉണ്ടാകും. But when
when you experience it, you shall receive joy from it. അപ്പോൾ ദൈവസന്നിധിയിൽ ആ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരുന്ന ദൈവമക്കൾക്ക് ഒരു സന്തോഷമുണ്ട്. So the one who come closer to God, they experience this joy. ആ ക്രിസ്തുവിലേക്ക്, ആ നങ്കൂരത്തിലേക്ക് അടുത്തു വരുന്ന ദൈവമക്കൾക്ക് ഇത് പ്രാപിപ്പാൻ കഴിയും. And the one who come closer to that anchor, to that anchor who is Lord Jesus, you shall experience that joy. ഇത് മാറിപ്പോകാത്ത ഒന്നാണ്. And it is unchanging. ഇതൊരു ആമേൻ ക്രിസ്തുവാകുന്ന നങ്കൂരത്തോട് അടുക്കുന്ന ദൈവമക്കൾക്കാണ് ഇത് പ്രാപിക്കുന്നത്. And those children of God who are ready to approach this anchor who is Lord Jesus Christ, you shall experience it. എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന് ഒരിക്കലും ഭോഷ്കുറാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നതാണ്. And in the book of Hebrews we read that God has already established it by two things that through which he cannot ദൈവത്തിന് ഒരിക്കലും അത് മാറ്റി പറയാൻ കഴിയില്ല. And God cannot change it. അടുത്തു വരുന്നവർക്ക് ആ നങ്കൂരം നമ്മുടെ ഉറപ്പാണ്. And those who come closer to God, that anchor will act as their support. നമ്മൾ ശരണത്തിനായിട്ട് ഇന്ന് പകൽ ഓടി വരുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽ അത് പ്രാപിക്കാൻ കഴിയും. And you who come closer to God for that solace, you shall experience it. ദൈവസന്നിധി ഇന്ന് പകൽ കടന്നു വന്നത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അത് പ്രാപിപ്പാനാണ്. And when we have come here in God's presence to experience it. ശരണത്തിനായിട്ട് ഓടി വരുന്നവർ ഇന്ന് പകൽ ദൈവത്തിൽ അത് പ്രാപിക്കും. And those who come running to God to obtain that solace, they shall receive it. And there is and it is unchanging. And God has already established it by two things. ശരണത്തിനായി വന്നവർക്ക് ദൈവം ചില ഉറപ്പുകൾ നൽകിയ. And those who have come to God to obtain that unchanging solace, that unchanging comfort, God is giving you that hope. നങ്കൂരം നമ്മുടെ പ്രത്യാശയാണ്. That anchor whose Lord Jesus is our hope. ഒരിക്കലും മാറിപ്പോകുകയില്ല. ഇന്ന് പകൽ രണ്ട് കാര്യങ്ങളിൽ കർത്താവ് ഉറപ്പിക്കുന്നത് പോലെ And you have come here with great burden and sorrow. God wants to establish you. God wants to make you stand firm. And this shall never leave us. And we have to receive it personally. And amidst your problems, when you come closer to God, the God who is unchanging, He shall answer you. ചിന്തിച്ചതുപോലെ ആ ദൈവനിധി കണ്ട്, ആ സന്തോഷം കണ്ട്, ആ സമാധാനം കണ്ട്, ആ വിടുതൽ കണ്ട് ഈ ആരാധനയിൽ കടന്നു പോകുവാൻ ഇടയായിത്തീരും. You have come to God with that thirst, with that hunger in your heart. You shall receive that joy, you shall receive that peace, and you shall return home back joyfully. എൻ്റെ കർത്താവ് ആ പ്രത്യാശയുടെ നങ്കൂരം എൻ്റെ മക്കൾ കർത്താവ് തന്നിരിക്കുകയാണ്. അത് മാറിപ്പോകുകയില്ല. ശരണത്തിനു വേണ്ടി ഓടി വന്ന ദൈവവൈതൽ ഇന്ന് പകലത് പ്രാപിക്കുന്ന പകലാണ്. And our Lord Jesus, who is the anchor of our hope, He is unchanging. If you have come to Him for that solace, for that comfort, He shall give it to you. And it is unchanging. Oh, hallelujah. കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നവരെ ആരും കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല. And the one who come into His presence, He shall never forsake them. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അടുത്ത് വന്നാൽ ഇന്ന് പകൽ ആ നിധി പ്രാപിച്ച് കടന്നു പോകാൻ ഇടയാകും. And when you come closer to Him, you shall receive that treasure. ഇന്ന് പകൽ എത്ര പേർക്ക് അതിനൊരു ആഗ്രഹമുണ്ട്? How many of you have that desire? എത്ര പേർക്ക് അതിനൊരു താല്പര്യമുണ്ട്? How many of you have that desire? ആ താല്പര്യമുള്ള ദൈവമക്കളെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. And if you have that desire, just praise God. എനിക്കത് ഇന്ന് പകൽ പ്രാപിപ്പാൻ കഴിയുമോ കർത്താവേ? Lord, I also want it. ആമേൻ. ഹല്ലേലൂയ. ആ സന്തോഷം എനിക്ക് ലഭിക്കുമോ? Lord, will I receive that joy? ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം അതെനിക്ക് അനുഭവിപ്പാൻ കഴിയുമോ? Will I be able to experience it, Lord? നിശ്ചയമായിട്ടും ദൈവാത്മാ പറയുന്നത് ആ പ്രത്യാശ നിന്റെ നങ്കൂരമാണ്. അത് നിന്റെ ശരണത്തിനായി നീ വന്ന സ്ഥലം, നിന്റെ വിടുതലിന്റെ സ്ഥലമാണ്. നിനക്കത് സന്തോഷമാക്കി തീർക്കുമെന്ന് ദൈവാത്മാ ഓർപ്പിക്കുകയാണ്. And Lord Jesus is the anchor of your hope. You have come here for that solace and for that comfort. You shall not be returned unattended. God shall surely be with you. ചില ദുർഘടങ്ങൾ മുൻപിലുണ്ടെങ്കിലും ഹല്ലേലൂയ, ഈ ദുർഘടങ്ങളെ ഞാൻ എങ്ങനെ ധാരണം ചെയ്യുമെന്ന് ആഗ്രഹിച്ച് കടന്നു വന്ന ദൈവവൈതലേ, ദുർഘടങ്ങളെ മാറ്റി ദൈവം സമഭൂമിയാക്കുന്ന ദിവസങ്ങളാണെന്ന് ഇന്ന് പകൽ കർത്താവ് ഇടപെടുകയാണ്. And if you have those trials and obstacles ahead of you, you might be thinking, Lord, who shall remove these obstacles ahead of me from my way? Then God is going to Himself do that for you, and He shall deliver you. നിനക്ക് ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ മുമ്പിലുള്ള ദുർഘടങ്ങളെ ആമേൻ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്ന് ഭാരത്തോടെ കടന്നു വന്ന ആമേൻ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് നിന്റെ ദുർഘടങ്ങളെ സമമാക്കിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ ചിലത് പണിതെടുക്കുവാൻ ദൈവം നിന്റെ കരങ്ങളെ ബലപ്പെടുത്തുമെന്ന് പറയുന്നതിൽ ആത്മാവിൽ ഇന്ന് പകൽ എനിക്കൊരു നിയോഗമുണ്ട്.
And if you have come here with that great burden that Lord, who will remove the obstacle from my way? How will I get out of these trials? And God himself shall be with you. He shall break the obstacles. He shall make the path ahead of you a level ground, and he shall deliver you. ആമേൻ. ദൈവം ചിലർക്ക് വേണ്ടി ചില ആമേൻ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത് ഇന്ന് പകൽ ആത്മാവിൽ എനിക്കൊരു സന്തോഷമുണ്ട്. And through the Holy Spirit we would like to say that God has already begun that work for you. കർത്താവിനോട് സംസാരിച്ചെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തുതിക്കാം. If you have that confidence that Lord has spoken to me, just praise God. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോടാണ് ഇടപെട്ടതെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. I praise God for those people who have that faith that Holy Spirit has spoken to me. ദുർഘടങ്ങളെ മാറ്റി ഈ ദുർഘടങ്ങൾ എങ്ങനെ മാറുമെന്ന് ആമേൻ ഉള്ളിൽ ഭാരപ്പെടുന്നത് മാറ്റി ദൈവം അത് പണിതെടുക്കുന്ന മാസങ്ങൾ ഇതാ നിന്റെ കുടുംബജീവിതത്തിൽ അടുത്തു വരികയാണ്. If you are worried and asking Lord that who shall remove these obstacles from my way, then God himself is going to step down on your behalf and he is going to deliver you out of it. ദൈവത്തിന്റെ സഹോദരൻ വലിയൊരു പണി നടക്കാൻ പോകുകയാണ്. And God is going to start a great work. ദൈവം നമ്മുടെ ആത്മമണ്ഡലങ്ങളെ ഭൗതിക മണ്ഡലങ്ങളെ ഒരുപോലെ പണിതെടുക്കാൻ വിശ്വസ്തനായ ദൈവം ഇതിന്റെ നടുവിലൂടെ സഞ്ചരിക്കുകയാണ്. And our faithful God is right here amidst us to do some great work in our body, to do the ritual. ഇവിടെ ആരാധിക്കുമ്പോൾ ശാരീരിക മണ്ഡലങ്ങളെ ആമേൻ ഇവിടെ ആമേൻ പ്രാർത്ഥന നടക്കുമ്പോൾ ആമേൻ എല്ലാ ഇടങ്ങളിലും ഈ ആലയത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നവർക്കൊക്കെ ശാരീരിക മണ്ഡലങ്ങളെ ദൈവം പണിതെടുക്കുന്ന മാസങ്ങളാണ്. And right now when we are sitting here, when we are praying to God, God is going to deal with our bodies. He's going to remove our physical weaknesses and he's going to heal us. ഒരിക്കൽ അബീഗയിൽ ഇങ്ങനെ ദാവീദിനോട് പറയുവാനിടയായി തീർന്നു. ഒരിക്കൽ അബീഗയിൽ ദാവീദിനോട് പറയാനിടയായി. And once Abigail said to David, യജമാനൻ ഒരു ഭവനം പണിയും. ദൈവത്തിന്റെ സ്തോത്രം. യജമാനൻ ഒരു ഭവനം പണിയും. that you, master, you shall build a house. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവോയിതലേ ആമേൻ. അബീഗയിൽ ബുദ്ധിയുള്ളവൾ, വിവേകമുള്ളവൾ, ജ്ഞാനമുള്ളവൾ, അവൾ പറയുകയാണ് യജമാനൻ ഒരു ഭവനം പണിയും. And Abigail, who was wise, she is talking to David and saying that you shall build a house. ആമേൻ. വള ഹൃദയത്തിൽ നിശ്ചയത്തോടെ ദൃഢനിശ്ചയത്തോടെ ആരും അറിയുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവോയിതലേ നിന്റെ കണ്ണുനീർ കാണുന്ന കർത്താവ് ഇന്ന് പകരം നിന്റെ നടുവിലുള്ളതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. And there is a God who completely knows you. That is why pray with confidence, pray with that great hope. അത് പണിതെടുക്കാൻ പോകുകയാണ്. And God is going to do that on your behalf. അവൾക്കൊരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു അബീഗയിലിന്. We know that Abigail had that great attitude, യജമാനൻ ഭവനം പണിയാൻ പോകുകയാണെന്ന്. that you are going to build that house. ഇന്ന് പൊളിഞ്ഞു കിടക്കുന്ന പലതും വരുന്ന നാളുകളിൽ കുടുംബങ്ങളിൽ പണിതെടുക്കുന്ന നാളുകളാണെന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. And in the coming days, your situations, the problems that you are facing, if your home is desolate, God is going to build you in the coming days. ഇന്ന് പകലത് നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, സൈന്യത്താലല്ല, അത് ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ അതിനെ പണിയാൻ പോകുകയാണ്. And God is going to do that not by our strength but by His own strength and by the power of the Holy Spirit. ഈ ദിവസങ്ങളിൽ ദൈവം പണിയാൻ പോകുകയാണ്. And the coming days God is going to do that. ഇന്ന് പകലത് വിട്ടുകൊടുത്ത് ആരാധിക്കാമോ? That if you're ready to submit and worship, ആരാധിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചേർന്ന് പണിതെടുക്കാൻ പോകുകയാണ്. if you're ready to submit, God is going to do that work for you. നീ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നിന്റെ നേർച്ച സകല ജനങ്ങൾക്ക് കഴിക്കാൻ പോകുന്നു എന്നാണ് ദൈവം പറയുന്നത്. പ്രാർത്ഥന ഫലിക്കാൻ പോകുകയാണ് ദൈവത്തിന്. And God is going to answer your prayers. വിശ്വാസമുണ്ട്. How many of you believe that? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, That I will pray to Him, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും, He will answer my prayer, സകല ജനങ്ങൾക്ക് എന്റെ നേർച്ച കഴിക്കും. and I shall offer Him offerings in front of the whole nation. ഭക്തന് ദൃഢനിശ്ചയമുണ്ട്. And if you have that confidence, and a child of God will have that confidence, മക്കൾക്ക് ശരണമുണ്ടാകും. and that God shall give that to you. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്. And if you believe that, just praise God. ഭക്തന്മാർക്കും ഭക്തമതിമാർക്കും ഒരു ദൃഢനിശ്ചയമുണ്ട്. And the child of God will have that determination, will have that confidence. വെറുതെ അല്ല ഇവിടെ ഒന്ന് സമയം കളയുന്നത്. And you are not coming here in vain. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? How many of you believe that? ഇന്ന് പകൽ പ്രാർത്ഥനയിൽ ആരാധനയിൽ ആയിരിക്കുന്ന ദൈവമേ, നീ വെറുതെ അല്ല, നിനക്കൊരു നിശ്ചയമുണ്ട്. And today you who pray and you who worship God, you have that confidence that you shall find that comfort from Him. And if you believe that, just praise God. And God has already begun His work. And some people are going to join. നിന്റെ വാരമൊന്നു മാത്രം എൻ്റെ ആശേ, വേണ്ട വേണ്ട ലോക ഇമ്പം ആയുഷ്കാലമാകവേ, നിന്റെ വാരം
വിശ്രാമ നാട്ടിലെത്തിയിടൂ. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിൽ. ഓ വേണ്ട വേണ്ട ലോക ഇമ്പം ആയുഷ്കാലമൊക്കവേ തന്റെ വരവ് മാത്രമെന്നെ ആശേ. മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ ആരാധിക്കാം. മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ ജയിച്ചപ്പൻ വന്നിടും വിശ്രാമനാട്ടിലെത്തിടുവാൻ. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ ഓടണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം ജയിച്ചപ്പൻ ഓ മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ. എന്നോ നിവേഗെ വന്നിടും വിശ്രാമനാട്ടിലെത്തിടുവാൻ. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ ഓടണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. വേണ്ട വേണ്ട ലോക ഇമ്പമായുഷ്കാലമൊക്കവേ നിന്റെ വരവൊന്നു മാത്രം എന്റെ ആശേ. വേണ്ട വേണ്ട ലോക ഇമ്പം ആയുഷ്കാലമൊക്കവേ തന്റെ വരവൊന്നു മാത്രമെന്റെ ആശേ. എന്നോ നിവേഗെ വന്നിടും വിശ്രാമനാട്ടിലെത്തിടുവാൻ. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ നോക്കണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തിനായി. ചൊല്ലിടുക ആത്മാവേ എന്നാശ്വാസത്തിനായി. കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ച് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു. Hallelujah. Praise the Lord. ആമേൻ. God is good. Please be seated for a brief moment. Just be seated for a moment. One of the benefits that has come to me personally out of the pandemic has been the opportunity to spend time in the Word. Early in the morning, being able to go and open the Word of God and ask God to speak to me. I have a heart for this church and I want God to direct us. I thank Pastor for the edifying word that we've had today. But in my time of study this morning, I was in the book of Acts, chapter 16. And there we find the Apostle Paul has been doing a great work in different places. And he decides he wants to go to Asia. He wants to go east. But the Holy Spirit prevents him and says, I want you to go to Europe. So he's got to go west. But it does work out eventually, and he finds himself in Philippi. And one of the things the Lord showed me or spoke to me was, whenever God takes you somewhere, he will go before you. Did you know that he's here right now? How many of you know that he's here right now? Because he brought us here. But then there's something else that the Lord showed me.
There is a specific place where, but when you get to where, and that's where Jesus is, you then have to find out when and how. Amen. What is the Lord wanting us to do while we're here? And as I began to wait upon the Lord was very clear. Hallelujah. Very, very clear. And this is what he wanted me to say before I pray. Are you prepared to get out of your comfort zone? Are you prepared to move away from being comforted all of the time because it's what you've done all the time? Is there something else that God wants us to do? Do we realize, have we forgotten, the gospel is preached to the lost? There's a heaven to gain and a hell to not go to. The lake of fire where death and hell will be thrown in, and there will be gnashing and wailing of teeth. Christians, have we forgotten what the gospel is about? Are we just comfortable in hearing the word of God, or do we want to share the gospel? Are we prepared to share the gospel to the whosoever? I don't speak your language, but I enjoy it. I see the Spirit of God moving. I feel the Spirit of God until the translation, but I know it's the Spirit of life. But you know, there are going to be times when the unsaved who speak my language come into this church because God's going to bring them. How are we going to deal with that? Are you prepared to get out of your comfort zone and do something that will reach them as well? That's what God laid on my heart to share with you today. I'm here, he said, to minister to you, that you might minister to others. He died for the whosoever. The whosoever includes everyone. When God laid it on our hearts to have a multicultural church, it was to bring all people in. Are we prepared for that? I leave the challenge with you as I pray. Jesus is here right now. He knows my heart and your heart. He even knows what you're thinking now. His heart is towards the unsaved. He died for the world. And there's something else he adds to it. There are going to be young people and children that are going to be part of it. We need to be able to reach out to them as well and bring them in too and feed them too, that they grow to serve the Lord. Are you prepared as adults for that? To get out of your comfort zone and get into something new. Father, as time has gone, I just pray that your Spirit will move on our hearts as a church. We thank you for the leadership. We thank you for the musicians and those that each week that are able to give us the amplification. For those who work amongst the children, Lord, we ask that your Spirit will move upon us. And in the days that lie before us, as you feed us, edify us, build us up, we know you're coming soon and you want to reach out to the whosoever. Then, Lord, give us an understanding of when and how. For we ask it in Jesus' name. Would you all stand, please? Would you all stand? Heavenly Father, I reach out to your people right now. And I pray the Spirit of praise shall come upon this congregation. The Spirit of praise shall come upon this congregation. The Spirit of power shall come upon this congregation. And the Spirit of release shall come. The world will know that Jesus is alive. He rose from the dead. He died for them. He lives for them. Help us, Lord, to be channels of blessing. Let your Spirit move through us and reach out to the lost. And we shall see signs and wonders. We shall see miracles for the glory of God. And all God's people said, Amen. And praise the Lord. Have a wonderful week. God bless you. Amen.